ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഗാർലിക് ചിക്കൻ റെസിപ്പി കണ്ടാലോ? എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോ, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ തിളച്ച ഓയിലിലോട്ട് 2 വലിയ ഉള്ളി നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലിട്ട് അതിൽ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലാണ് വെക്കുക. അപ്പോൾ ആ ഉള്ളി ഫ്രൈ ആകുന്ന സമയം നമുക്കൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഉണ്ടല്ലോ, സുർക്ക, അതൊഴിക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, ഗാർലിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ചതക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യുക അങ്ങനെ. പിന്നെ അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചതച്ചതുണ്ടല്ലോ അതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി ഒരു 5 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി ഒന്ന് മാറ്റി വെക്കാം. ഇനി ആ ഓയിലിലോട്ട് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓയിൽ അധികം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റുക, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ എന്താ പറയുക, കറിവേപ്പില ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചിക്കൻ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റുക, ആ ഒരു കളറൊന്ന് മാറുന്ന വരെ. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ അവിടെ വെച്ച് കൊടുക്കുക. ഇനി ഇതാ നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതൊരു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം, ഒരു പേസ്റ്റ് പോലെ. ഇപ്പോൾ ഇതാ ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കുക്കായി നോക്കണം. ചിക്കൻ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സാക്കുക. ഇനി ഇതിലോട്ട് ഒരു 3-3.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റോ ടൊമാറ്റോ കെച്ചപ്പോ ഏതാ നിങ്ങളുടെ അടുത്തുള്ള അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക, ചെറിയ തീയിൽ വെച്ചിട്ട്. ഇനി വെള്ളമൊന്നും ഇതിലൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു പെരണ്ടിരിക്കുന്ന പോലത്തെ ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വരെ വീണ്ടും ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ശരിക്കും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു എന്താ പറയുക ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.